ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 30ലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടോ? ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. നയന ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊച്ചച്ഛനെ ഒഴിച്ചു കൊടുത്തു. പള്ളിക്കെട്ടോ? വലിയ ശബ്ദത്തിൽ കുഴലപ്പം കടിച്ചു മുറിക്കുന്നവരെ നോക്കി ത്രേസ്യ തിരക്കി. ആ, ഒരു ചെറുപ്പക്കാരൻ. കണ്ടിട്ടേതോ പണമുള്ള വീട്ടിലെ ചെക്കനാണെന്ന് തോന്നുന്നു. നല്ല മിടുക്കൻ പയ്യൻ. തോമസ് ഒന്ന് തീർന്നതും അടുത്ത കുഴപ്പെടുത്തു കടിച്ചു. ഇളയപ്പയ്ക്ക് അയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയതിൻ്റെ പതപ്പിക്കലാ. മുറ്റത്ത് ചെടികൾ നനക്കുന്നിടത്ത് കുഞ്ഞുമോൾ പറയുന്നത് കേട്ട് ഭിത്തിയിൽ ചാരി നിന്ന നയനക്കും ചിരി പൊട്ടി. അവൾ വാ പൊത്തി പിടിച്ചു. ഓ, പതപ്പിക്കലൊന്നുമല്ലെന്നേ, ശരിക്കുള്ളതാ. ഇവിടെയൊന്നും ഉള്ളവനല്ല, എങ്ങാണ്ടോന്നോ വന്നതാ. എന്തോ സാധനം ഏൽപ്പിക്കാൻ വന്നതാണെന്നോ. അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നീ നാട്ടിൽ തങ്ങാൻ ഒരു ലോഡ്ജ് കിട്ടുമോ എന്നാണ് ആളുടെ ആവശ്യം. എന്നിട്ട് കോശിയുടെ ചോദ്യമാണ്. എല്ലാവരും ഒരു കഥ കേൾക്കുന്ന പ്രതീതിയിലാണ്. അല്ലെങ്കിലും തോമസ് വന്നാൽ ഒരു ബുക്ക് നിറക്കാനുള്ള കഥ ഉണ്ടാകും. എന്നിട്ടെന്താ? ഈ തോമസ് ഒരു കാര്യം ഏറ്റാൽ അത് ഏറ്റതാ. ടൗൺ എത്തും മുമ്പുള്ള ഒഴിഞ്ഞ സ്ഥലത്തെ നല്ല ഒന്നാന്തരം ലോഡ്ജ് ശരിയാക്കി കൊടുത്തു. ദിവസം 500 രൂപ വാടക. ആ കൊച്ചൻ കൃത്യമായി എൻ്റെ അടുത്ത് എത്തിയത് കൊണ്ട് ഭാഗ്യം. തോമസ് കാൽമേക്കാൽ കയറ്റി ഞെളിഞ്ഞിരുന്നു. വല്ലോർക്കും വീടൊപ്പിക്കാൻ നടന്നപ്പോൾ നീ നമ്മുടെ കാര്യം മറന്നു. ത്രേസ്യ മുഖം വീർപ്പിച്ചു നയനക്കൊപ്പം നിന്നു. ചേട്ടത്തി വിഷമിക്കാതിരിക്ക്, വിറക് നാളെ എത്തിച്ചിരിക്കും, തോമസ് അയാളുടെ കാലിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, നയനക്കൊച്ച് എപ്പോഴാ വന്നത്? അച്ചായ മറ്റേ കാര്യം അപ്പോൾ പറഞ്ഞില്ലയോ? അവസാനം ചോദിച്ച ചോദ്യം തോമസ് വളരെ പതുക്കെ കോശിക്ക് മാത്രം കേൾക്കാൻ പാകത്തിലാണ് ചോദിച്ചത്. ഇല്ല, അതറിഞ്ഞാൽ എതിർക്കും. ചിലപ്പോൾ വന്ന പാടെ ഇറങ്ങിപ്പോയാലോ? ചായ ഒരു മുറുക്ക് കുടിച്ചു അത് തിണ്ണയിലേക്ക് വെക്കുന്ന കൂടെ പറഞ്ഞു കോശി. പറയാതിരുന്നിട്ട് എന്നാത്തിനാ? കൊല്ലം കഴിയും തോറും കുറയുകയല്ല, കൂടുകയാണ്. തോമസ് തൊട്ടപ്പുറം മാറി നിൽക്കുന്ന നയനയെ നോക്കി. അവളുടെ നോട്ടം അവരിലേക്ക് തന്നെയാണ്. എന്ത് വയസ്സോ? കോശി മിഴികൾ ഉയർത്തി ചോദിച്ചു. വയസ്സും സ്വർണ്ണവിലയും. നയനെക്കുറിച്ചൊന്ന് നിന്നേ. അവർ കുടിച്ചു വെച്ച ഗ്ലാസ് എടുത്തുകൊണ്ട് അടുക്കള ലക്ഷ്യം വെച്ച് പോകാൻ ഒരുങ്ങിയ നയന തോമസിൻ്റെ വിളി കേട്ട് അവിടെ നിന്നു. ഞാൻ ഇവരോട് കൊച്ചിന് പറ്റിയ ഒരാലോചന പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു. ചെറുക്ക സ്കൂൾ മാഷാ, അപ്പന് എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അമ്മച്ചി എന്തോ വലിയ ദീനം വന്ന് മരിച്ചു. ചെറുക്കന് 2 പെങ്ങന്മാരുണ്ട്. ഒരുത്തിയെ കെട്ടിക്കൊടുത്തു, ഒരുത്തി പഠിക്കുക. കൊച്ചിൻ്റെ പ്രായം കാണും. തോമസ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർന്നപ്പോൾ ശ്വാസം വിടാൻ പോലും മറന്ന് നയന കട്ടിലപ്പടിയിൽ പിടിച്ചു. പിന്നെ പെട്ടെന്നെന്തോ ഓർത്ത പോലെ വേഗം അടുക്കളയിലേക്ക് പോയി. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന ഭാവത്തിലാണ് കോശിയും ത്രേസ്യയും. വിട്ടുകൊടുത്താൽ മാനക്കേട് എന്ന ചിന്തയിൽ തോമസും. അവരെ നോക്കിക്കൊണ്ട് തോമസ് അടുക്കളയിൽ പോകാനായി കാലെടുത്ത് വെക്കാൻ നിന്നതും നയന തിരിച്ചു മുൻവശത്തേക്ക് തന്നെ വന്നു. കല്യാണം എനിക്ക് കഴിക്കണം ഇളയപ്പ, ഭിത്തിയിൽ ചാരി അവൾ പറയുമ്പോൾ തൊണ്ട വരിഞ്ഞു മുറുകിയിരുന്നു. തോമസ് പുഞ്ചിരിയോടെ കോശിയെയും ത്രേസ്യയെയും നോക്കിയപ്പോൾ അവരുടെ മുഖവും പ്രസന്നമാണ്. പക്ഷേ ഈ വീട് ജപ്തിയാകും മുമ്പ് അതിനുള്ള വഴികളല്ലേ ആദ്യം നോക്കേണ്ടത്. ആധാരം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ പഠിത്തം കൂടി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കല്യാണം കഴിക്കണം. മുഖം താഴ്ത്തി പറയുന്നതാണെങ്കിലും കേൾക്കുന്നവരുടെ മുഖഭാവം കാണാൻ ഇടയ്ക്കിടെ അവൾ മിഴി ഉയർത്തി ഒന്ന് നോക്കി. ഓ, അതാണോ കാര്യം? അപ്പോൾ അല്പം കാത്തിരിക്കണമെന്നല്ലേ ഉള്ളൂ. എന്നാലും വിവാഹത്തിന് ഇളയപ്പൻ്റെ കൊച്ച് സമ്മതിച്ചല്ലോ. തലയാട്ടി ചിരിച്ചുകൊണ്ട് തോമസ് പടിയിറങ്ങി. വല്യമ്മച്ചിക്ക് സുഖാണോ? അവൾ തോമസിനോട് ഉറക്കെ ചോദിച്ചു. കൊച്ചുമോൾ വന്ന് വല്യമ്മച്ചിയെ കാണും, എന്നിട്ട് നേരിട്ട് ചോദിക്ക്, അപ്പം അറിയാൻ സുഖാണോ അല്ലയോ എന്ന്. അല്ലാതെ മേലാത്ത കാലം വെച്ചോണ്ട് അമ്മച്ചി ഈ പാറപ്പടി എങ്ങനെ കയറാനാ? ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാനും വേണ്ട ആരോഗ്യം. കൈ ഉയർത്തി അവിടെയും ഇവിടെയും നോക്കി തോമസ് പോയി. നയനക്ക് തോമസിൻ്റെ വാക്കുകൾ വല്ലാത്ത മുറിവേൽപ്പിച്ചു. ഇളയപ്പം മോശം പറഞ്ഞു പോയ ഈ വീട് പോലും പണയത്തിലാണ്. അർജുനേട്ടന് ഈ വീട് ഇഷ്ടപ്പെടാതിരിക്കുമോ? ഷോൾ കൊണ്ട് മറഞ്ഞിരുന്ന കഴുത്തിൽ കിടന്ന മാലയിലെ ഉയർന്നു നിന്ന മിന്നിൽ അവൾ വസ്ത്രത്തിന് മുകളിലൂടെ വിരൽ കൊണ്ട് സ്പർശിച്ചു.
എല്ലാവരും ഒരുമിച്ചാണ് അത്താഴം കഴിക്കാനിരുന്നത്. കഞ്ഞിയും പയറും കായുപ്പേരിയും പപ്പടവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത് കുഞ്ഞുമോൾക്ക് അസുഖം കൂടിയ സമയമായിരുന്നു. അന്നിവിടെ വെപ്പും തീനിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. കടുക് വറുത്തുണ്ടാക്കിയ പച്ചക്കായ ഉപ്പേരി വായിലേക്ക് വെച്ചപ്പോഴേ നല്ല രുചി. അല്ലെങ്കിലും അമ്മച്ചി എന്നാ ഉണ്ടാക്കിയാലും നല്ല സ്വാദാ. അതിപ്പോൾ 2 കാന്താരിയും ചുട്ട ചെറിയ ചെറിയ ഉള്ളിയും പിടിച്ച് ഞെരടിയതാണെങ്കിൽ കൂടെ. നീ അറിഞ്ഞോടി കൊച്ചേ, നമ്മളെ ലൂസി ചേട്ടത്തിയുടെ മോൾ പ്രസവിച്ചു. 3 കൊച്ചുങ്ങളാ. തെരേസ്യ പറയുന്നത് കേട്ട് നയനയുടെ കണ്ണുകൾ വിടർന്നു. ഈ വിഷയം മുന്നേ കേട്ടിട്ടുള്ളത് കൊണ്ട് കുഞ്ഞുമോൾക്ക് അനക്കമൊന്നുമില്ല. അവൾ തല കുമ്പിട്ടിരുന്നു കഞ്ഞിക്കുടിയിലാണ്. അപ്പച്ച, നാളെ നമുക്ക് ബാങ്ക് വരെ പോവാം. അമ്മച്ചി ആ പേപ്പേഴ്സൊക്കെ ഒന്നെടുത്ത് വെക്കണേ. കഞ്ഞിക്കുടി കഴിഞ്ഞ് വായും കൈയും കഴുകി വായിൽ വെള്ളം നിറച്ച് നീട്ടിത്തുപ്പുന്ന കോശിയോടും കുഞ്ഞുമോൾ ബാക്കി വെച്ച കഞ്ഞി കൂടെ തൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കുടിക്കുന്ന ത്രേസ്യയോടുമായിട്ട് പറഞ്ഞുകൊണ്ട് നയന എഴുന്നേറ്റു. എന്ത് മറുപടി പറയണമെന്നറിയാതെ അവർ പരസ്പരം നോക്കിപ്പോയി. പുറത്തെ കുളിമുറിയിൽ കയറി മേലൊന്ന് വെള്ളമൊഴിച്ച നയന ആ നഗ്നമേനിയിലെ നനവിൽ ഒട്ടിക്കിടക്കുന്ന മിന്നിനെ എടുത്ത് ചുണ്ടോട് ചേർത്തവൾ ഉമ്മ വെച്ചത് എത്ര തവണയാണെന്ന് ഒരറിവുമില്ല. എന്നാണ് ഈ മിന്നെ എല്ലാവരെയും കാണിച്ചിട്ടുകൊണ്ട് നടക്കാൻ ഭാഗ്യമുണ്ടാവുക? ഒരു പാവാടയും നീളം ടോപ്പും ധരിച്ച് മുഖം തോർത്തിക്കൊണ്ട് മുറിയിലേക്ക് വന്നപ്പോൾ കുഞ്ഞുമോൾ ആ ബെഡിൻ്റെ അരികിൽ കിടപ്പുണ്ട്. ചേച്ചി നല്ലോണം തടിച്ചു. കണ്ണാടി നോക്കി മുടി ചീക്കി കുളിപ്പിന്നൽ ഇടുന്നവളെ താഴെ കിടന്ന് വീക്ഷിച്ചുകൊണ്ട് കുഞ്ഞുമോള് പറഞ്ഞു, പിന്നെ നിനക്ക് തോന്നുന്നതാ. മുടി തലപ്പ് പിറകിലേക്കിട്ടുകൊണ്ട് നയന അവളുടെ അരികിൽ വന്നു മൂക്കിൻ്റെ തുമ്പ് പിടിച്ചു. തോന്നുന്നതൊന്നുമല്ല. ഞാൻ ചേച്ചിയെ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കാണുന്നത്. കുഞ്ഞുമോൾ അവളുടെ കൈത്തണ്ടയിൽ പതിയെ തലോടി. അത് പിന്നെ എൻ്റെ കുഞ്ഞുമോളുടെ കാര്യം ഓർത്ത് ചേച്ചിക്ക് അവിടെ നിൽക്കാൻ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഹാപ്പിയല്ലേ? നേരത്തിന് കഴിക്കാനും തുടങ്ങി. അതിൻ്റെയൊക്കെ ആകും. നയന അവളുടെ നെറുകയിൽ തലോടി. ആ കുഞ്ഞിപ്പെണ്ണിനോട് അതല്ലേ പറയാനൊക്കൂ. അല്ലാതെ ബാംഗ്ലൂരിൽ ഒരു രഹസ്യ ഭർത്താവിൻ്റെ കൂടെ കിടന്നും മറിഞ്ഞും അവൻ തരുന്ന സംരക്ഷണവും സ്നേഹവുമാണ് ഈ തടിക്ക് പിറകിലെന്ന് പറയാമോ? കുഞ്ഞുമോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ ചേച്ചിയുടെ മടിയിലേക്ക് തല ചായ്ച്ച് കിടന്നു. കിടക്കുന്നേരം കുഞ്ഞുമോളുടെ തലയിൽ നിന്നും കൈ എടുത്തെങ്കിലും അവൾ നയനയുടെ മടിയിലേക്ക് കിടന്നതും അവൾ വീണ്ടും കുഞ്ഞുമോളുടെ മുടിയിഴകളിൽ വിരൽ കടത്തിവിട്ടു. പറ കേൾക്കട്ടെ, എന്തൊക്കെയാ നിന്റെ സ്കൂളിലെ വിശേഷങ്ങൾ? മടിയിൽ കിടന്ന മിഴികൾ ഉയർത്തി നോക്കുന്നവളുടെ കവിളിൽ മറുകൈ വെച്ച് നയന. അത് ചോദിച്ചപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. കുഞ്ഞുമോൾ ചാടി എഴുന്നേറ്റു. ട്രീസ ഇല്ലയോ? അവൾക്ക് ലൈനുണ്ട്. ആരാ? നാക്ക് വെളിയിലിട്ട് വലിച്ച് ചുമൽ കൂച്ചി തല താഴ്ത്തി ജാള്യത കാണിക്കുന്നവൾ പറഞ്ഞതെന്താണെന്ന് പിടികിട്ടാതെ നയന ഇരുന്നു. എൻ്റെ ചേച്ചി, താഴത്തെ വീട്ടിലെ മിനി ചേച്ചിയുടെ മോളില്ലേ ട്രീസ? അവൾ എൻ്റെ ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്. 10B രാഹുലുമായിട്ട് അവൾക്ക് ലവ്വാ. ആ ചേട്ടൻ ട്രീസക്ക് കുറേ ചോക്ലേറ്റൊക്കെ കൊടുക്കും. അവൾ ഞങ്ങൾക്കും തരും. പിന്നെ ചേച്ചി, അതങ്ങനെ ഞൊടി വേഗത്തിൽ പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുമോൾ എഴുന്നേറ്റ് പോയി വാതിലടച്ചു. അവളുടെ പ്രവൃത്തിയും കൂട്ടുകാരുടെ പ്രണയകഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഭാവങ്ങളും കണ്ട് അമ്പരന്നിരിപ്പുണ്ട് നയന. അതിനേക്കാൾ ഭയം ഇനി അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്നോർത്താണ്. സ്കൂൾ ഉച്ചയ്ക്ക് വിട്ട് ഒരു ദിവസം അവൾ ആ ചേട്ടൻ്റെ കൂടെ കറങ്ങാൻ പോയി. മിനി ചേച്ചി ചോദിച്ചപ്പോൾ അവൾക്ക് കുറേ നോട്ട് എഴുതാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെ പറയാനാണ് അവൾ എന്നോട് പറഞ്ഞത്. നിന്റെ നോട്ട് എഴുതിയാൽ പോയേ അവൾക്കെന്ന് ചോദിച്ചപ്പോൾ കുറേ നാൾ സ്കൂളിൽ പോവാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ കൃത്യമായൊരു നോട്ടില്ലെന്ന് ഞാൻ വീണ്ടും ഒരു കള്ളം വെച്ച് പിടിപ്പിച്ചു. നയന ശ്വാസം അടക്കി പിടിച്ചിരുന്നു. എന്ത് ഉപദേശമാണ് മുൻപിലിരിക്കുന്ന നിഷ്കളങ്കയായ ഈ പെൺകുട്ടിയോട് പറയേണ്ടത്? അതിനുള്ള അർഹത ഉണ്ടോ? മുൻപുണ്ടായിരുന്നു. മുൻപ് ഇത്തരം കാര്യങ്ങൾ അവൾ പറഞ്ഞാൽ കുഞ്ഞുമോൾ ഒരിക്കലും അതുപോലെയൊന്നും ചെയ്യരുതെന്ന് ചൊല്ലിപ്പഠിപ്പിച്ചിരുന്ന ചേച്ചിയാണ്. നീ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞുമോളെ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? കുഞ്ഞുമോൾ ഉറങ്ങുന്നത് വരെ ഉറക്കം നടിച്ചു നയന കിടന്നു. ഇതേ സമയം കുറച്ചകലെ ആ ലോഡ്ജ് മുറിയിൽ ഫാനിൻ്റെ കാറ്റും കൊണ്ടൊന്നും ചൂട് മാറാതെ അസ്വസ്ഥതയോടെ അർജുൻ കിടന്നു. അതിനേക്കാൾ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് നയനയുടെ ഓർമ്മകളാണ്. അവളുടെ ചൂടറിയാതെ അവളിലേക്കൊന്ന് ചേരാതെ ഉറങ്ങാൻ കഴിയില്ല, അത് ഉറപ്പാണ്.
വിളിച്ചുമടുത്ത ഫോൺ കോളിലേക്കും മെയ് ഓടിച്ചു. സങ്കടം കൊണ്ട് അവൻ്റെ അതരങ്ങൾ വിറച്ചു. ദേഹത്തു നിന്ന് പുതപ്പ് മാറ്റി എഴുന്നേറ്റ് ഫോൺ കയ്യിലെടുത്ത് അർജുൻ ആ മുറി വിട്ടിറങ്ങി. പക്ഷെ ഇറങ്ങിയത് ആ മുറി അടക്കാതെയായിരുന്നു. ലൈറ്റും ഫാനും കെടുത്തിയില്ല. വരാന്തയിൽ കാറ്റുകൊണ്ട് നിൽക്കുന്ന അടുത്തടുത്ത് മുറിയിലുള്ളവർ ആ ലക്കും ബ്രേക്കും ഇല്ലാതെ പോയവനെ നോക്കി അന്തം വിട്ട് നിന്ന്. ചേട്ടാ, ഇവിടെ ഡ്രിങ്ക്സ് കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അർജുൻ താഴേക്കിറങ്ങി വന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഇവിടെ അടുത്തൊരു ചാരായ ഷാപ്പുണ്ട്. സാറിന് അതൊന്നും പിടിക്കില്ല. അയാൾ ചെവി ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി. അതുവരെ കിട്ടിയ നോട്ടുകെട്ടുകളിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് അർജുൻ എന്ന വമ്പൻ്റെ വലുപ്പം. പിന്നെ കാശ് തരികയാണെങ്കിൽ ഇവിടെ അടുത്തൊരുത്തൻ്റെ കയ്യിൽ സാധനമുണ്ട്. വില കൂടിയതാ, ഞാൻ എത്തിച്ചു തരാം, അയാൾ നല്ല താല്പര്യത്തിൽ പറഞ്ഞത് കേൾക്കും മുമ്പേ ഏതാനും നോട്ടുകൾ എടുത്ത് അർജുൻ അയാൾക്ക് കൊടുത്തു. കിട്ടിയ പാടെ മുഖത്തൊരു ചിരിയോടെ അയാൾ അവിടെ നിന്ന് പോയി. നയന എന്ന ലഹരി കൂടെയുണ്ടായിരുന്നപ്പോൾ ഈ വിഷം പാടെ ഒഴിവാക്കിയത്. കണ്ണൊന്നടച്ചുറങ്ങണമെങ്കിൽ ഈ വിഷമെങ്കിൽ അല്പം സേവിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ആ പെണ്ണിങ്ങോട്ട് വരണം. അവൻ്റെ നയന. ഒരു ഭ്രാന്തനെ പോലെ അർജുൻ തലമുടിയിലൂടെ വിരലോടിച്ചു വിട്ടു. കുഞ്ഞുമോൾ സുഖനിദ്രയിലാണ്ടതും അവൾ നയനയുടെ വയറിന് മുകളിൽ വെച്ചിരുന്ന കൈ പതിയെ മാറ്റി സ്വയം തിരിഞ്ഞു കിടന്നു. നയന ശ്വാസം വലിച്ചു വിട്ടു പതിയെ എഴുന്നേറ്റു. ബാഗിൻ്റെ സൈഡിലെ അറ തുറന്ന് അവൾ ഫോൺ എടുത്തു. 4 തവണ അർജുൻ വിളിച്ചിട്ടുണ്ട്. ആ പേര് ആര്യ എന്ന് മാറ്റിക്കൊടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് എത്ര കോൾ വന്നാലും പ്രശ്നമൊന്നുമില്ല. നയന ഫോണെടുത്ത് വാതിൽ തുറന്ന് ചെറു ഇടനാഴികയിലേക്ക് കടന്നു. ആ ഇടനാഴികയുടെ എതിർവശത്തുള്ള മുറിയിലാണ് കോശിയും ത്രേസ്യയും കിടക്കുന്നത്. കൊച്ചാണോ? അപ്പച്ചൻ്റെ ശബ്ദമാണ്. ആ അതെ. നയനെ ആകെ പരിഭ്രമിച്ചു. കയ്യിലെ ഫോൺ ചുരിദാർ ടോപ്പിൻ്റെ കഴുത്ത് താഴ്ത്തി പ്രേഷറിൻ്റെ അകത്തേക്ക് തിരികെ വെച്ചുകൊണ്ട് ആ മുറിവാതിക്കൽ ചെന്ന് നിന്നു. പക്ഷേ അങ്ങോട്ട് എത്തി നോക്കിയില്ല. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം അപ്പച്ച, അവൾ അധികം ശബ്ദം ഉയർത്താതെ പറഞ്ഞു. ഇനി ഒച്ചയും ബഹളും കേട്ട് കുഞ്ഞുമോൾ ഉണർന്നാലോ? ഒറ്റയ്ക്ക് പോവണ്ട, അപ്പച്ചൻ വരാം. വേണ്ട അപ്പച്ച, എൻ്റെ വെട്ടമുണ്ട്, അപ്പച്ചൻ കിടന്നേ, അവൾ ശാസന പോലെ പറഞ്ഞുകൊണ്ട് ആ വാതിൽ ഒന്നുകൂടെ ചേർത്തടച്ചു. അർജുൻ്റെ ശബ്ദം കേൾക്കാൻ അവളുടെ മനസ്സ് തുടിച്ചു. അതിന് തടസ്സം നിൽക്കുന്നവരോടൊക്കെ ദേഷ്യം തോന്നി. പിറകിൽ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്ന് അതും ചേർത്തടച്ച് അവൾ കുളിമുറിയുടെ അടുത്തേക്ക് നടന്നു. ആര്യ എന്ന് എഴുതിയ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങിയതും ആ നമ്പറിൽ നിന്ന് കോൾ ഇങ്ങോട്ട് വന്നു. നയനയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ വേഗത്തിൽ കോൾ അറ്റൻഡ് ചെയ്തു കാതോരം വെച്ചു. നയന. കുളിർക്കാറ്റിൻ തലോടൽ പോലെ ഒരു അനുഭൂതി അവളിൽ നിറഞ്ഞു. തനിക്കായി പിറന്നവൻ, ഇനി ഒരു ആയുസ് മുഴുവൻ അവനിലേക്ക് ചേരാൻ ബാക്കി. മറുപടിയായി ഒന്ന് മൂളാനേ കഴിഞ്ഞുള്ളൂ. തുടരും. പ്രിയമുള്ളവരെ, അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരാം. കാത്തിരിക്കുമല്ലോ. താങ്ക് യു.